போகாது. அந்த பள்ளிச்சக்கரம் மாட்டி விட்டானா அது பிடிச்சி விடும். அப்போ போகிறதுக்கு அப்படியே ஆடி ஆடி ஒரு ரொம்ப நல்லா 9:30 മുതൽ 6 മണി വരെയാണ് എൻട്രി ടൈം. ഓണല്ല തമിഴ്നാട്ടിൽ വരെ പെണ്ണാലോചന തുടങ്ങി നിങ്ങള്. ഊട്ടിയിൽ 300 രൂപ മുതൽ റൂംസ് അവൈലബിൾ ആണ്. കേരളത്തിലെ ആമ്പിള്ളേർ അടിപൊളിയാണല്ലേ? അല്ലേ? സെറ്റ് 2 പേര് മാത്രമേ ഉള്ളൂ. 20 രൂപ കൊടുത്ത് എൻട്രി ടിക്കറ്റും എടുത്തിട്ട് 10 മിനിറ്റ് പൈൻ ഫോറസ്റ്റിനിടയിലൂടെ യാത്ര. 800 രൂപയുടെ റൂമാണ് എടുത്തത്. ഡബിൾ റൂമായിരുന്നു. അന്ന് പോയതുകൊണ്ട് റോഡ് സൈഡിലായിട്ട് മുട്ടക്കോസ് കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി. ഊട്ടി ട്രിപ്പിന്റെ മൂന്നാമത്തെ അപ്പോൾ പോகிறதுக்கு அப்படியே ആടി ആടി ഒരു ரொம்ப നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ടോയ് ട്രെയിൻ ഇങ്ങനെ യാത്രയുടെ ഒരു അതാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞത്. എന്തായിരിക്കും നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത എന്തായിരിക്കും നിങ്ങൾക്ക്? അത് എന്നോട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയും സുമുഖനും സുന്ദരനും എനിക്ക് പെണ്ണ് കിട്ടാത്ത നിനക്ക് ഒരു കൂടെ ഓണല്ല തമിഴ്നാട്ടിൽ വരെ പെണ്ണാലോചന തുടങ്ങി നിങ്ങള്. ഇങ്ങേർക്ക് ഇവിടുന്ന് പെണ്ണ് കിട്ടുമോ? തന്നെ എനിക്ക് നമുക്കൊന്ന് സെറ്റ് ആക്കായിരുന്നു. അയ്യ അച്ചിരി. இங்கே தமிழ்நாட்டு மக்களே கேரளாவில் போய் தான் பொண்ணுட்டு இருக்காங்க. பாலக்காடு, திருச்சூர், തിരുവനന്തപുരം. അല്ല അവിടെ ഉള്ളവർ ഇവിടെ വന്ന് കെട്ടുന്നുണ്ട്. അവിടെ இது பெண்குட்டி இங்கே ஆணுக்கு கட்டுது, ஆணு இங்கே பெண்குட்டி கட்டுது. நல்லா இருக்கு, பெண் நல்லா இருக்கு. അല്ലെങ്കിൽ കേരളത്തിലെ ആമ്പിള്ളേർ അടിപൊളിയാണല്ലേ? അല്ലേ? സെറ്റാണ്. എന്താ ഓ എന്റെ പൊന്നെ എന്തൊരു വേണം. അത് പറയൂല, കാരണം പറയൂല. ചേടാ 5 പേരും കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു ഈ വണ്ടിയും കൊണ്ട്. 2 പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. എന്ത് ചെയ്യുമെന്ന് പറ. വെയിറ്റ് ചെയ്യാം. നമുക്കങ്ങനെ കിട്ടി ഗൈസ് ടിക്കറ്റ്. 2 പേരെയും കൂടെ കിട്ടി. 4 പേരായി. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോവും. കിട്ടി മോനെ, കിട്ടി. ബസ് എടുത്തു. അങ്ങനെ തൽക്കാലം ഊട്ടിയോട് വിട പറഞ്ഞ് കോയമ്പത്തൂരിലേക്ക് യാത്രയായി. 2.5-3 മണിക്കൂറത്തെ യാത്രയാണ് വൈകുന്നേരം 4 മണിയായപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്തി. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ആദ്യം പോയത് ഹോട്ടലിലേക്കായിരുന്നു. ഒരു ബിരിയാണിയും കഴിച്ച് അടുത്ത ബസ്സിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ തൊട്ടടുത്തായിട്ടുള്ള ക്ലോക്ക് റൂമിൽ ബാഗും വെച്ച് നേരെ പോയത് പോലീസ് മ്യൂസിയത്തിലേക്കാണ്.